നമ്മൾ ചോദിച്ചിരുന്നത് തിങ്കളാഴ്ച ദിവസത്തെ സുന്നത്ത് നോമ്പിന്റെ കാരണം പറഞ്ഞത് പ്രസവിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ തിന്നാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് കാശ് കിട്ടാനും തീറ്റി കിട്ടാനും വേണ്ടിയിട്ട് നിങ്ങൾ മൗലിദ് നടത്തുന്നത്, അതല്ലാതെ ഇതിൽ വലിയ തെളിവൊന്നും കാണുന്നില്ല. നിങ്ങൾ തന്നെ പറയുന്ന ഇമാം സുയൂത്തി പറയുന്നത് ഈ മൗലിദിന് യാതൊരു തെളിവുമില്ല, അത് ബിദ്അത്താണ്, അനാചാരമാണ് എന്നാണ്. അതല്ലാതെ നിങ്ങളീ പറയുന്നത് പോലെ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു എന്ന ആയത്ത് കാണാത്ത ആളാണ് ഇമാം സുയൂത്തി എന്ന് നിങ്ങൾ പറയേണ്ടി വരും. അതല്ലെങ്കിൽ ഇമാം സുയൂത്തിയുടെ ആശയം വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ് എന്ന് നിങ്ങൾ പറയേണ്ടി വരും. മറ്റൊന്ന്, ഈ റാലി നടത്തുക എന്നതിന് വഹാബികൾ ചെയ്യുന്നത് പോലൊക്കെ നിങ്ങൾ ചെയ്യുന്നു, ഞങ്ങൾ ചെയ്യുന്നത് പോലൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അതിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ കൂടെ ലയിച്ചാൽ മതിയല്ലോ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദീനിൽ തെളിവുണ്ടെങ്കിൽ ആ തെളിവ് പറയണം. റാലി നടത്തിയതിന് ഇസ്ലാമിക ദൃഷ്ട്യാ തെളിവുണ്ടോ ഇല്ല എന്നതാണ് ചോദ്യം. അതിന് തെളിവ് പറയണം. നിങ്ങൾ എന്താ തെളിവ്? ഓരോന്ന് ചോദിക്കുക. എന്താ സുയൂത്തി ഇമാം എന്താ പറഞ്ഞത്? സുയൂത്തി ഇമാം എന്ത് പറഞ്ഞു? അസ്ലു അമലിൽ മൗലിദി ബിദ്അത്തുൻ. അങ്ങനെ സുയൂത്തി ഇമാം പറഞ്ഞിട്ടില്ല. ലം തുൻഖൽ അൻ അഹദിൻ മിനസ് സലഫി സ്വാലിഹി മിനൽ ഖുറൂനി സലാസത്തി. കിതാബ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, പിന്നെ എന്നോട് ചോദിക്കേണ്ട ആവശ്യമല്ലോ. അതാ കിതാബ് നിങ്ങളുടെ കയ്യിലില്ലേ? ആ ഹദീസ്, ആ ഇബാറത്തിന്റെ ബാക്കി വായിക്കൂ. കിതാബ് തന്ന വഹാബികൾ ഒക്കെ കട്ടുവെച്ചാണ് വായിക്കാറുള്ളത്. ഈ പറഞ്ഞ ഇബാറത്തിന്റെ ബാക്കി വായിച്ചാൽ വഹാബിസം പൊളിഞ്ഞു തൂഫാനായി പോകും. ഇങ്ങനെ കട്ടുവെച്ച് വായിക്കുക എന്നത് വഹാബിസത്തിന്റെ ഒരു പതിവാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ബിദ്അത്ത് എന്താണെന്ന് വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് പറയുവാൻ വേണ്ടി മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച ഗ്രന്ഥമാണ് എന്ത്? ഹുസ്നുൽ മഖ്സിദ് ഫീ അമലിൽ മൗലിദ് എന്ന ഗ്രന്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഭക്ഷണം നൽകുക അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യൽ സുന്നത്താണ് എന്നാണ് മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. വബയ്യന സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അന്ന ഫിഅലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദാ ഇദ്ഹാറുൻ ലിശ്ശുക്രി അലാ ഈജാദില്ലാഹി റഹ്മത്തൻ ലിൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ ശരീരത്തിന് വേണ്ടി അഖീഖ അറുത്തു കൊടുത്ത, ഒരു മൃഗത്തെ അറുത്തു കൊടുത്ത സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം സുയൂത്തി പറയുന്നു, ഇത് തന്റെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് സമുദായത്തെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൃഗത്തെ അറുത്തു കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു വഖാല സുയൂത്തി ഫയുസ്തഹബ്ബു ലനാ, അതുകൊണ്ട് സുയൂത്തി ഇമാം പറയുന്നു ഫയുസ്തഹബ്ബു ലനാ, നമുക്കും സുന്നത്താണ്. ഐളൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തതുപോലെ ഇൽഹാറു ശുക്രി ബിമൗലിദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതിന്റെ പേരിൽ നന്ദി പ്രകടിപ്പിക്കൽ. എങ്ങനെ? ബിജ്തിമാഇൻ, ഒരുമിച്ച് കൂടിക്കൊണ്ട്, റാലി നടത്തിക്കൊണ്ട്, വഇതാമിൻ, ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടും, വനഹ്വി ദാലിക, ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, മിൻ വുജൂഹിൽ ഖുർബാത്ത്, പക്ഷെ നല്ല കാര്യങ്ങളായിരിക്കണം, വഇൽഹാറിൽ മസറാത്ത്, സന്തോഷ പ്രകടനങ്ങളായിരിക്കണം. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയോ സ്ത്രീ പുരുഷന്മാർ കലരുകയോ ചെയ്യുന്ന ഹറാമായ കാര്യങ്ങൾ കൊണ്ടാവരുത് എന്ന് മാത്രമേയുള്ളൂ. മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി നബിദിനം ആഘോഷിക്കണമെന്ന് പറഞ്ഞതിന്റെ ഒരു ഭാഗം മാത്രം വായിച്ചുകൊണ്ട് കബളിപ്പിക്കുന്ന വലിയ കബളിപ്പിക്കലാണ് നിങ്ങൾ അവിടെ കേട്ടത് എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്.